ഹായ്, ഞാനിപ്പോൾ നമ്മുടെ പുഴയിലാണുള്ളത്. അതായത് വറ്റി വരേണ്ട ഒരു പുഴയായിരുന്നു. അപ്പോൾ നമ്മളിവിടെ അണക്കെട്ടിന് പലയിടും, അതായത് വേനൽക്കാലത്തൊക്കെ കൃഷി ആവശ്യത്തിനും അതുപോലെ കുടിവെള്ള ക്ഷാമത്തിനൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഇന്നലെയാണ് പലയിട്ടത്. അപ്പോൾ വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരണുണ്ട്. വെള്ളത്തിനുള്ള തണുപ്പാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തണുപ്പ് കാലമാണ്. ഇപ്പോൾ കൂടുതൽ അണക്കെട്ടിന് പലയൊക്കെ ഇട്ട് വെള്ളം പൊങ്ങി വരുന്ന സമയമായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നാട്ടിൽ തണുപ്പ് കൂടി വരും. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇതിപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് വലയിടുകയാണ്. നമ്മുടെ ഫാറൂഖാണ്, പിന്നെ അത് ഉമേഷായിട്ടൊന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വെള്ളം പൊങ്ങി വരും. വാട്സപ്പിലായി ഫേസ്ബുക്കിലായി വൈപ്പം പോയിട്ട് അയ്യോ പറഞ്ഞ പോലെ നമ്മൾ വല ഇട്ടിട്ട് തിരിച്ചു പോവുകയാണ്. അതായത് ഇവിടെ കാണുന്ന 1-2 സ്ഥലത്താണ് ഇട്ടത്. ഇപ്പോൾ വലിയൊരു മരത്തിൻ്റെ കീഴിലാണ് ഞാനുള്ളത്. നല്ല മനോഹരമായ സ്ഥലമാണ്. ഇപ്പോൾ തന്നെ ഇവിടെ ഇത്തിരി തണുപ്പുണ്ട്. അപ്പോൾ ഓക്കെ, തിരിച്ച് നമുക്ക് വല എടുക്കാൻ വരുമ്പോൾ നോക്കാം എത്ര മീൻ കിട്ടീന്, അല്ല വല്ല പാമ്പ് കുടുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ നോക്കാം. പറഞ്ഞ പോലെ നമ്മൾ ഒരു 3-3.5 മണിക്കൂറിന് ശേഷം ഇത് പുഴയിൽ എത്തിയിട്ടുണ്ട്. 2 വലയാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ വല ഇത് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. വലിയ വെളിച്ചമില്ല, അതൊരു പോരായ്മയാണ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളെ മുമേഷേട്ടൻ വല എടുത്തിട്ടുണ്ട്. അതിൽ സമാനം കുഴപ്പമില്ലാത്ത മീൻ കുടുങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു പാമ്പിനൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇപ്പം വെള്ളം കയറിയ സമയമായതുകൊണ്ടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നിറയെ മീനുണ്ട്, കുഴപ്പമില്ല. ഏതായാലും നിങ്ങൾക്ക് ചെറിയ രീതിയിലേ കാണാൻ പറ്റുള്ളൂ. കണ്ടോ, കുറച്ച് നമ്മൾ അധികം നല്ല സൗകര്യമൊന്നും ഇല്ലാത്തൊരു കാട്ടിലാണ് നിൽക്കണത്. അപ്പോൾ അവിടെ നിന്നാണ് റിസ്ക് എടുത്തിട്ട് വല പുറത്തോട്ട് എടുക്കണത്. കാരണം നമ്മൾ വല ഇടുന്ന സമയത്ത് വെള്ളത്തിലൂടെ പോയിട്ട് 2 വശവും നല്ല രീതിയിൽ ഫിറ്റൊക്കെ ചെയ്ത് വെക്കുന്നതാണ്. പക്ഷെ വല എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് വഴിയിൽ ഒരു കാടിൽ കൂടെ ഒക്കെ വന്നിട്ട് അത് വലിച്ചെടുക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ രണ്ടാമത്തെ വലയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ സംഗതി എന്ന് വെച്ചാൽ നമ്മൾ വൈകിട്ട് വന്നപ്പോൾ ഉണ്ടായ അത്ര അല്ല വെള്ളം ഉള്ളത്. വെള്ളം കൂടിക്കൂടി വരണുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ നടന്ന അത്ര പോലെ നടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വല വലിച്ചെടുക്കുകയാണ്. പക്ഷെ ഇതിപ്പോൾ നമ്മൾ കാര്യം ഒരു 3 മണിക്കൂർ ആവുന്നേ ഉള്ളൂ നമ്മൾ വല ഇട്ടിട്ട്. ഇതിപ്പോൾ വേറെ ദൂരമാണെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മീനെ കിട്ടുന്നതാണ്. വെളിച്ചക്കുറവിൻ്റെ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. എന്നാലും രാത്രിയിലെ മീൻപിടുത്തം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏറെക്കുറെ. കാരണം ഇതൊക്കെ എന്ന് വെച്ചാൽ പഴയ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഓർമ്മയിൽ വരുന്ന നമ്മുടെ ചെറിയ കാലത്തൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ ഏട്ടന്മാരും വലിയ ആൾക്കാരൊക്കെ എപ്പോഴും എന്താ പറയുക എന്നും രാത്രികൾ പോകും. അപ്പോൾ നമ്മൾ കൂടെ പോകുന്ന ആ ഒരു അനുഭവമാണ് ഇപ്പോൾ ഒരു ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മൾ പോയാൽ തന്നെ എന്താണ്, നമ്മളെ വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങാൻ വിടില്ല. അപ്പോൾ നമ്മൾ കരയിൽ നിന്നിട്ട് അതൊന്ന് ആസ്വദിക്കും. പക്ഷെ നമ്മൾ ആദ്യം എടുത്ത വലയിൽ കിട്ടിയ അത്ര ഒരു മീൻ ഇതിൽ കാണുന്നില്ല. 2 സ്ഥലങ്ങളിലിട്ടാണ് വെച്ചത്. ഇതേ കാണുന്ന പോലെ നമ്മൾ പറഞ്ഞ പോലെ ഇതാ ഉമേഷേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. പറഞ്ഞ 2 വല നിങ്ങൾക്ക് കാണാൻ പറ്റും.
പക്ഷെ ഒരു വലയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നിറയെ മീനിൻ്റെ കൂടെ, അതായത് ഒരുപാട് ഇലകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെയാണ് നമ്മൾ അണക്കെട്ടിൻ്റെ പല ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ചപ്പ് ചവറുകൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു വലയിൽ കൂടുതൽ മീനേക്കാൾ കൂടുതൽ ഇലകളാണ് ഉള്ളത്. ഇപ്പോൾ അടുത്ത വല നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിപ്പം ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഈ മീനെ ഇളക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ വൃത്തിയായിട്ട് നമ്മുടെ മീനൊക്കെ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പരിപാടി നമ്മൾ മീനെ ഇളക്കാണ്. പറഞ്ഞ പോലെ നമ്മളിത് വലയിൽ നിന്ന് മീനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഉമേഷ് ചേട്ടനാണ് എടുക്കുന്നത്. അത് നമ്മൾ നേരത്തെ നിലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ആ കോലത്തിൽ നമ്മൾ അതിൽ നിന്ന് മീനെ എടുക്കാൻ ശ്രമിച്ചാൽ പിന്നീട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വല ഉപയോഗിക്കാൻ പറ്റില്ല, അത് കേടായി പോവും, അതിൻ്റെ നെറ്റൊക്കെ മുറിഞ്ഞു പോവും. അതുകൊണ്ട് ഇങ്ങനെ ഈ കാണുന്ന പോലെ ഇങ്ങനെ തൂക്കിയിട്ടെടുക്കുന്നതാണ് മീൻ നമ്മൾ വേർപെടുത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് തന്നെ കൂടുതൽ ഐറ്റംസ് ഒന്നും കിട്ടിയിട്ടില്ല. എങ്കിലും ഞാൻ തെറി വിളിക്കുകയാണെന്ന് വിചാരിക്കരുത്. പുല്ലൻ, വാള, കല്ലേപ്പറ്റി, അതായത് ഇവിടെ അങ്ങനെയാണ് പറയുക, അങ്ങനെയുള്ള മത്സ്യങ്ങളാണ് ഇതിൽ കുടുങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ വ്യൂ ചെയ്ത് കാണിച്ചു തരാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ വലയിൽ കണ്ടോ മത്സ്യത്തേക്കാൾ കൂടുതൽ ഇലകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പം അതും കൂടെ വൃത്തിയാക്കേണ്ടതുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് എടുത്ത മീൻ ഇതായി നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ കുഴപ്പമില്ല, ഇതിൽ പറഞ്ഞ പോലെ ഇലകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ആളെടുക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റേതായ രീതിയിൽ ക്ലിയറായിട്ട് വല കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടാണ് മീനെ എടുക്കുന്നത്. അതെ, അപ്പോൾ ഓക്കെ, ഞാനും ഹെൽപ്പ് ചെയ്യാണ്. ഞാനിങ്ങനെ വീഡിയോ പിടിച്ചാൽ മാത്രം പോരല്ലോ, അപ്പോൾ മീൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഹെൽപ്പ് ചെയ്യാണ്. എടുത്ത ശേഷം ഒന്നും കൂടെ ഞാൻ വ്യൂ ചെയ്ത് കാണിച്ചു തരാം. എന്താ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു വല കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആ മീനുകൾ ഇതിപ്പോൾ നമ്മളൊരു ചാക്കിൻ്റെ ഒരു ഇതിലേക്ക് നിരത്തി വെച്ചിട്ടാണ് ഉള്ളത്. നിങ്ങൾക്കിതാ കാണാൻ പറ്റും. ഇത് പറഞ്ഞ പോലെ ഇതാ ഒരു വല കംപ്ലീറ്റ് ആയി. അടുത്ത വല ഇതാ എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ, അതായത് നമ്മുടെ പുഴയും അതിന് നാടൻ രീതിയിൽ മീൻ പിടിക്കുന്നതും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിപ്പം ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് ബോറടിപ്പിക്കാറില്ല. എങ്കിലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം. ഇതുപോലെയുള്ള ലൊക്കാലിറ്റീസൊക്കെ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവിധ സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.